ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് അതിന് മുമ്പ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിച്ചണിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഉച്ചത്തേക്കുള്ള കറികളൊന്നും ഞാൻ വച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമില്ല, ഒന്ന് അവിയലും ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് മസാലയൊക്കെ ഇട്ടൊന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് രസം ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ ഇതൊക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അത് റെഡിയാക്കിയിട്ട് വേണം എനിക്ക് അടുത്ത ക്ലീനിങ്ങിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ഇപ്പം കർക്കിടക മാസമാണല്ലോ. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഈ മാസം തീരുന്നതിന് മുമ്പ് നമുക്ക് എല്ലായിടവും ഒന്ന് വീട് മൊത്തം ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മളിങ്ങനെ ചെയ്യാറുണ്ടല്ലോ. കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസമാണല്ലോ. അപ്പം ഈ മാസത്തിൽ നമ്മളെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നമ്മൾ മാറ്റിയിട്ട് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ മാസമായ നമ്മുടെ ചിങ്ങമാസത്തെ വരവേൽക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുമല്ല, കുറേ ദിവസം കൊണ്ട് ഞാൻ കിച്ചണൊന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്കതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഒരു 10:30 ആകുമ്പോഴത്തേക്കും എനിക്ക് അടുക്കളയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയായിരുന്നു, ക്ലീനിങ്ങിലേക്ക് കടക്കായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും താമസിച്ചു പോയി. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മക്കളൊക്കെ ഇന്ന് വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അത് തന്നെയാണ് എനിക്ക് അബദ്ധം പറ്റിയതും. പക്ഷേ രാവിലെ പെട്ടെന്നാണ് എനിക്ക് ഇങ്ങനെ ക്ലീനിങ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ഞാൻ മുൻകൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് എല്ലാം അങ്ങ് ചെയ്യുകയാണ്. എന്തായാലും 11 മണി ആയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഇനി ബാക്കി വൈകുന്നേരം വരെ സമയം കിടക്കുന്നല്ലോ. അപ്പം അതിനിടയ്ക്ക് വെച്ച് നമുക്ക് പെട്ടെന്ന് എല്ലാമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനവിടെ അടുപ്പിൻ്റെ പുറമൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തുടയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒന്ന് അഴുക്കൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ മിക്സിയുടെ പുറമൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പാചകം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോൾ അതായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പറക്കി ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് കൊണ്ട് വയ്ക്കുകയാണ്. പിന്നെ അതൊക്കെ പറക്കി മാറ്റിയാൽ പിന്നെ ബാക്കി ക്ലീനിങ്ങിലോട്ട് എനിക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഇന്നായപ്പോൾ അങ്ങനെ മഴയും ഇല്ല. അപ്പോൾ സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലെല്ലാം മഴയാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് അങ്ങനെ മഴയൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി കൊണ്ടുപോയി അവിടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വയ്ക്കുകയാണ്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പറക്കി മാറ്റണം. ഓരോന്നും ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഞാൻ മാറ്റുമെന്നുള്ളത്. അപ്പം എന്തായാലും ഇന്ന് അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ TV കണ്ടോട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. സമയം അങ്ങ് പോവുകയാണ്. എങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടാമെന്ന് വിചാരിച്ചു. പൊടിയൊക്കെ തട്ടി ഒന്ന് വലയൊക്കെ അടിച്ച് ഇട്ടിട്ട് പിന്നെ ബാക്കി ഒന്ന് വെള്ളമൊക്കെ മുക്കി ഒന്ന് തുടച്ചാൽ മതിയല്ലോ. അങ്ങനെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു. പിന്നെ ഞാൻ അടുത്ത ഒരു തുണിയിൽ സോപ്പ് വെള്ളമാണ് കേട്ടോ. സോപ്പ് പൊടി ഇട്ട് കലക്കിയ വെള്ളം, അതിൽ ഒന്ന് തുണിയൊക്കെ മുക്കിയിട്ട് ആ ബൾബൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നുണ്ട്, നല്ലവണ്ണം തുടയ്ക്കുന്നുണ്ട്. കാരണം കരിയൊക്കെ പിടിച്ച് നമ്മൾ പുറത്ത് അടുപ്പ് ഇടയ്ക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ അതിൽ പുകയൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ കറുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് പിന്നെ എക്സോസ്റ്റർ ഉണ്ട്, അത് തുടയ്ക്കണം. അത് നല്ലോണം കരി പിടിച്ചിരിപ്പുണ്ട്. അത് ചുവരിലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഈ ഫാന് എക്സോസ്റ്റർ തുടച്ചപ്പോഴത്തേക്കും അവിടെ ആ തുണി വെച്ച് അവിടെ സൈഡിൽ ആ ചുമരിൽ ഒന്ന് തുടച്ചതാണ് ആ കരി പിടിച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ വേറെ തുണി വെച്ച് തുടച്ചിട്ടൊന്നും അത് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഇന്ന് എന്തായാലും അതൊക്കെ ഒന്ന് തുടച്ച് കളയണമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും മെനക്കെട്ട് ഞാൻ കയറിയതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നല്ലവണ്ണം ഒന്ന് തുടയ്ക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ ആദ്യം പിന്നെ ഈ സാധാരണ നനയാത്ത തുണി കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ സോപ്പ് വെള്ളം കൊണ്ട് ഒന്ന് തുണി മുക്കി ഇങ്ങനെ തുടയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ലവണ്ണം ക്ലീൻ ആയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഫാനും തുടച്ച് അതിൻ്റെ തൊട്ട് താഴെയുള്ള ബൾബൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ ജനാലയിൽ
ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യുവാണ്. ഇതേപോലെ സോപ്പ് വെള്ളം മുക്കി തന്നെയാണ് ഞാൻ അവിടെയൊക്കെ തുടയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ ഡോറും ഒക്കെ തുടയ്ക്കുന്നുണ്ട്. പിന്നെ ആ സ്വിച്ച് ബോർഡ്, പിന്നെ ഇപ്പുറത്തെ ജനാല കഴിഞ്ഞിട്ട് ഇവിടെ കബോർഡിൻ്റെ പുറം മൊത്തം ഞാൻ തുടച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ തുടച്ചാൽ അതവിടെയൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മുകളിലൊക്കെ കയറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അങ്ങനെ കയ്യെത്തണം മാത്രമേ ഞാൻ ഇങ്ങനെ തുടയ്ക്കാറുള്ളൂ. അങ്ങനെ മുകളിലോട്ട് അങ്ങനെ കയറി തുടയ്ക്കാറൊന്നുമില്ല. പിന്നെ ഏറ്റവും മുകളിൽ അവിടെ എനിക്കിങ്ങനെ കയറി തുടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് സ്ലാബിൻ്റെ പുറത്ത് കയറിയാലും പിന്നെ എനിക്കിങ്ങനെ മുകളിലോട്ടൊന്നും തുടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മോപ്പിൽ ഇതുപോലെ ആ വെള്ളം മുക്കിയിട്ട് നല്ലോണം ഒന്ന് തുടയ്ക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ സ്ലാബിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചിട്ട്, സ്ലാബിൻ്റെ പുറം അപ്പോൾ തുടച്ചില്ല, ആദ്യം അടുപ്പ് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി സോപ്പിട്ടൊക്കെ നല്ലവണ്ണം കഴുകിയിട്ട് അവിടെ ഒന്ന് തുടച്ചു. പിന്നെ ജനാലയുടെ ആ പടിയുടെ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് മോൻ അവിടെ വന്നിരിപ്പുണ്ട്. പിന്നെ ഞാൻ അവിടെ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ലൈറ്റൊന്ന് മങ്ങിയിട്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നേ. അങ്ങനെ അവിടെ അതാണ് ഒരു ക്ലിയർ ഇല്ലാതായിപ്പോയത്. പിന്നെ ഞാൻ അവിടെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ അവിടെ സൈഡും ചുവരും ഒക്കെ നല്ലവണ്ണം ഒന്ന് തുടയ്ക്കുന്നുണ്ട്. എന്തായാലും നമ്മളുടെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുകയാണല്ലോ, അപ്പോൾ എല്ലായിടവും നല്ല സോപ്പ് വെള്ളം കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നും തുടയ്ക്കുന്നതാണ് എങ്കിലും ഇപ്പം നമ്മൾ ഈ പൊടിയൊക്കെ തട്ടിയിട്ടതിൻ്റെ ആ പൊടി അഴുക്കും ഒക്കെ വന്ന് വീണിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നല്ലോണം ഒന്ന് തുടച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് സോപ്പ് വെള്ളത്തിൽ തുടച്ചിട്ട് പിന്നെ വീണ്ടും ഒന്ന് വെള്ളം മുക്കി ഒന്ന് പിഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുടച്ചു. അങ്ങനെ സ്ലാബിൻ്റെ പുറം മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ താഴത്തെ കബോർഡും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്തു. അതിനിടയ്ക്ക് അവിടെ ഈ കബോർഡിൽ അവിടെ ബോട്ടിൽസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തു. ഇന്ന് ഞാൻ വീഡിയോയിൽ അത് കാണിക്കാത്തതാണ്. പിന്നെ അവിടെ ഇനി തറയും കൂടെ തുടച്ചാൽ മതി. അങ്ങനെ തറയും കൂടെ തുടച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ എൻ്റെ കിച്ചൺ ക്ലീനിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നല്ലോണം തുടയ്ക്കുന്നുണ്ട്. ഇത് വലിയ അഴുക്കൊന്നുമില്ല, ഞാൻ മിക്കവാറുമൊക്കെ തുടയ്ക്കുന്നതാണ്, അതുകൊണ്ട് വലിയ അഴുക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ തുടച്ച് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. എല്ലാം തുടച്ച് എല്ലാം പൊടിയൊക്കെ തുടച്ച് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമുള്ള ലാസ്റ്റ് ലുക്കാണിത്. ഇനി എനിക്ക് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് തിരിച്ചു കൊണ്ട് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഉള്ള ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതെല്ലാം ഞാൻ താഴെ കബോർഡും എല്ലാം നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കബോർഡിൻ്റെ അകത്ത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഇവിടെ മുകൾ ഭാഗത്തോട്ടൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. അതും കൂടെ ഇതിലിടണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഇടാത്തതല്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ക്ലീനിങ്ങും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മുകളിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിരുന്ന സ്റ്റാൻഡാണ് ഞാൻ താഴെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് പിന്നെ മുകളിൽ വെക്കേണ്ടെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.